തെറ്റാണ് എന്ന് കണ്ടപ്പോൾ അതുമ്മ പിടിച്ച് തൂങ്ങി ആടിയില്ല, ഊഞ്ഞാലാടിയില്ല, ആ തെറ്റുമ്മ ഇരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 80ഓളം ഗവൺമെന്റ് പ്ലീഡർമാരെ നമ്മൾ നിയമിച്ചു. ഈ ഇത്രയും പേര് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഇവരാർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തൊന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, ദേ ഇന്ന പശ്ചാത്തലമുള്ള ഒരാളെ ഗവൺമെന്റ് പ്ലീഡറാക്കി എന്ന് പറയും. എന്താ ചെയ്തത്? അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത്. അതിന്റെ ആഘോഷിക്കാനുള്ള ഇത്രേ എനിക്ക് മനസ്സിലായില്ല. തെറ്റാണ് എന്ന് കണ്ടപ്പോ അതുമ്മ പിടിച്ച് തൂങ്ങി ആടിയില്ല, ഊഞ്ഞാലാടിയില്ല, ആ തെറ്റുമ്മ ഇരുന്നുണ്ട്. ആ തെറ്റ് കറക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ തെറ്റുകൾ സംഭവിക്കും, നിങ്ങളടക്കം പ്രതിപക്ഷമടക്കം ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഒരു പേര് അത് കറക്റ്റ് ചെയ്തു. അതിന്റെ അപ്പുറത്ത് എന്താണ്? 80 പേരെ വെച്ചപ്പോൾ 80 ഈ വക്കീലന്മാരും ഇതിനു മുമ്പ് ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് നമുക്ക് AI ടൂൾ ഉപയോഗിച്ചാൽ പോലും കിട്ടില്ല, ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന്. അപ്പൊ അത് വന്നപ്പോ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഉത്തരവാദിത്തം. ചിലർ പറഞ്ഞു മന്ത്രിസഭ അറിയാതെയാണ് ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന്. ഇങ്ങനെയൊന്നും തമാശ പറയരുത്. മന്ത്രിസഭയിൽ ഇത് ടേബിൾ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി ആ തെറ്റ് തിരുത്തിയെങ്കിലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തരുന്ന പ്രപ്പോസൽസ് ആണ് പരിഗണിച്ച് ടേബിൾ ചെയ്യുന്നത്. ഒരാളെയും അങ്ങനെ ഒരു പേര് തന്നതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതിന്റെയും ഉത്തരവാദിത്തം എനിക്കാണ്. എനിക്ക് ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്.